നാടകം നാട്ടുമാവ്. പക്ഷേ കാണാമതിന്റെ അടയാളം ഇലയിൽ ഇലയിൽ ഇലയിൽ. മഴ പെയ്തിടാതെ മണ്ണിൽ മരങ്ങളുണ്ടാകില്ല, അതിൽ പൂക്കളുണ്ടാകില്ല, അതിൽ തേനുണ്ടാകില്ല, പ്രേമമുണ്ടാകില്ല, നീയുണ്ടാകില്ല, ഞാനുണ്ടാകില്ല. എടാ, ആരോ കരയുന്നു. മാവാണോ കരയണേ? മാവേ, നീ എന്തിനാ കരയുന്നേ? മാവേ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്താ വിഷമം? കുട്ടികളെ, എന്റെ മനസ്സിൽ ഇപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവം വല്ലാതെ വിങ്ങി നിൽക്കുന്നു. സംഭവോ? എന്ത് സംഭവം? നിന്നെ വിഷമിപ്പിക്കുന്ന എന്ത് സംഭവമാ ഉള്ളത്? വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ കാരണം ഒരു കുട്ടി മരണപ്പെട്ടു. അത് ഓർക്കുമ്പോ എനിക്ക് ഇന്നും സങ്കടാ. പക്ഷേ ഞാനതിൽ തെറ്റുകാരിയല്ല ട്ടോ. ഓ, അത് ശരി, ഇപ്പം മനസ്സിലായി. നിന്റെ കൊമ്പിലെ ഒരു മാമ്പഴം ഏതോ ഒരു വവ്വാല് തിന്നു. അത് താഴെ വീണ് ഒരു കുട്ടി തിന്നു. അതിനിപ്പ വന്ന് മരിച്ചു. അയ്യോ, അതിന് കാരണക്കാരൻ നീയല്ലല്ലോ, വവ്വാലല്ലേ? അതല്ല. അയ്യോ, ഞാൻ പൂത്തുലഞ്ഞ് പൂങ്കുലകൾ വിരിഞ്ഞ് ഞാൻ ഉണ്ണി വിരിഞ്ഞു നിൽക്കുമോ നിങ്ങളെപ്പോലെ ഒരു കുട്ടി വന്ന് എന്നെ നുള്ളി. അയ്യോ, അത് കണ്ട് അവന്റെ അമ്മ അവനെ തല്ലി. സങ്കടം സഹിക്കാൻ വയ്യാതെ ആ കുട്ടി മരിച്ചുപോയി. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അത് ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് മറ്റൊരു സങ്കടം കൂടിയുണ്ട്. എന്നാ പറ, കേക്കട്ടെ. പൂത്തു നിൽക്കുക എന്നത് എന്റെ കടമയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയോ? ഈ പ്രകൃതിക്ക് വേണ്ടി. ഓ, മനോഹരമായ പ്രകൃതിക്ക് വേണ്ടി. അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഓരോ വസന്തം വരുമ്പോഴും ആ നീരുന്ന ഓർമ്മകൾ എന്നെ വീണ്ടും കരയിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്നാ പറ, കേൾക്കട്ടെ. ഒരു മരത്തെ നോക്കൂ, ഒരു മരത്തെ നോക്കൂ, ഒരു മരത്തെ നോക്കൂ, ഒരു മരത്തെ നോക്കൂ.
എടാ കിരണേ, മാങ്ങ ഞങ്ങളുടെ സ്ഥലത്ത് വീണ ഞാൻ എടുത്തിരിക്കും. ഞങ്ങളെ മാവിലെ മാങ്ങ നീ എടുത്ത ആ കൈ ഞാൻ ഒടിക്കും. എടുത്താ നീ എന്റെ ഇടാ, നീ ഒരു ചുക്കും ചെയ്യല. ചെയ്താ നിന്റെ വീട് ഞാൻ ജെസി വെച്ച് കോരി എറിയൂ. എന്നാ നിന്റെ വീട് ഞാൻ പൊട്ടാസ് വെച്ച് പൊട്ടിക്കും. മാങ്ങ വീയട്ടടാ, ഞാൻ കാണിച്ചു തരാ. നീ എന്ത് കാണിച്ചു തരാനാടാ? ധൈര്യമുണ്ടെങ്കിൽ കാണിക്കടാ. നീ ആരാടാ? മിന്നൽ മുരളിയോ? ഞാൻ മിന്നൽ മുരളി അല്ലടാ, സ്പൈഡർമാനാ, സ്പൈഡർമാൻ. പോടാ കൊരങ്ങ. കൊരങ്ങാന്ന് വിളിക്കുന്നോടാ? അയ്യോ, ആരടാ ഇവിടെ? അയ്യോ, എന്റെ മോനെ കൊല്ലുന്നേ നാട്ടാരേ, ഓടി വരണേ നാട്ടാരേ, ഓടി വരണേ. എന്റെ മോനെ മിന്നൽ മുള്ളെ പോലല്ലേ തള്ളിയത്. നിനക്കെന്താണ് ഇടിച്ചാൽ വാനുക്കോ? എടി ശാന്തേ, ഇറങ്ങി വാടി, നിന്റെ മോനെ പിടിച്ച് കെട്ടടി. എന്താടി ജലജേ, എന്റെ മോനെ അടിച്ചൊന്നും പോരെ മുന്നോട്ടും വെക്കുന്ന? എന്താ മോനെ ഉണ്ടായത്? എന്താ പ്രശ്നം? അമ്മേ, ഉമ്മളെ മാങ്ങ ഓന്റെ സ്ഥലത്ത് വീണാൽ ഓൻ തരില്ലാന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞോ? അത് ഗുണ്ടായിസ, ഒന്നൊന്നാന്തര ഗുണ്ടായിസ. നിങ്ങളെ പറമ്പിലുള്ള മാങ്ങ ഞങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞ ഗുണ്ടായിസ. അതിവിടെ നടക്കില്ല. എന്ത് ഗുണ്ടായിസാടി? ഞങ്ങളെ സ്ഥലത്ത് വീണ മാങ്ങ നല്ലടി, ഒരു ചക്കയും തരുവല്ല. എടി, ചക്കേന്റെ കാര്യല്ല ഇവിടെ പറഞ്ഞത്, മാങ്ങേന്റെ കാര്യ. ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയുന്ന നെകളിപ്പാടി, നെകളിപ്പ്. ആർക്കാടി നെകളിപ്പ്? നിനക്കല്ലേ? നിനക്ക് അത്രയ്ക്ക് ദണ്ണാണെങ്കിലേ മാങ്ങ വീഴുന്ന സ്ഥലം കൂടി ഇനി അങ്ങ് മാങ്ങിയൂട്. എന്നിട്ട് ഇനി ഇന്റെ മോനും കൂടി അങ്ങ് തിന്നൂട്. നിപ്പ വന്ന് മരിക്കട്ടെ. ശാന്തേ, നീ അധികം വർത്താനം പറയണ്ട, പോകാൻ നോക്ക്. അയൽവക്കായിപ്പോ അല്ലേ ഞാനെന്താ ചെയ്തേര്? അമ്മേ, ഇച്ചിരി ഓവറാ. ഓവറാവട്ടെടാ. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് കരുതണ്ട. എന്റെ മോനെ തല്ലിയത് ഞാൻ ചത്താലും മറക്കില്ലടി. രണ്ടിനെ ഞാൻ ശരിയാക്കും. ഞാനും മറക്കില്ലടി. എന്റെ മോനെ നീ പട്ടിയെ തല്ലുമ്പോലല്ലേ തല്ലിയത്? നീ ചെവിയിൽ നുള്ളിക്ക ജലജേ. വാടാ, വിളിക്കടാ, നിന്റെ മാമൻ കഴുകകുമാരനെ വിളിക്ക്. അമ്മേ, ഈ ചീളി കേസിലൊക്കെ മാമനെ വിളിക്കണോ? ഞാൻ തന്നെ പോരെ? ആമപ്പൂട്ടിന്റെ താക്കോല് പോലത്തുള്ള നീ എന്താ കരടാ? ഓ വലിയ പോക്കിരിയാന്ന് നടന്നാ പോരാലോ. കഴുകനെ വിളിക്ക്. കഴുകൻ മാമനെ വിളിക്കട്ടെ. ഇന്ന് ഇവിടെ ഒരു പൊടിപ്പൂരം നടക്കും. മാമാ, മാമാ. പോയോ? പോയി. ഇവക്കിട്ടൊരു പണി കൊടുക്കണല്ലോ. എന്താ ഒരു വഴി? നമുക്ക് കൊട്ടേഷൻ കൊടുക്കാമേ. കൊട്ടേഷനോ? ഓ, അതുപോലെ അറിയില്ലേ? അമ്മ പേപ്പറൊന്നും വായിക്കാറില്ല, സീരിയലും കണ്ടിരുന്നാ പോരാ. ലോക വിവരം വേണം. നമ്മൾ പണം കൊടുത്താൽ മാത്രം മതി. കയ്യോ കാലോ തലയോ എന്തു വേണമെങ്കിലും എടുക്കൂ. ധാരാളം ടീമുണ്ട്. എന്റെ കമ്പനിക്കാരെ കൂട്ടത്തിലുണ്ട്. നേരോ? എന്ത് കൊടുക്കേണ്ടി വരും? മൂക്കുമുറ്റം തിന്നണം, ലഹരി മൂപ്പിക്കണം, ബൈക്ക് വാടകക്കെടുത്ത് നാടാകെ ചുറ്റണം. ഇതിനുള്ള പണം വേണം. പണം ഒരു പ്രശ്നമല്ലടാ, അത് ഞാൻ തരും. വാള് വാക്കത്തെ കോങ്കത്തെ കൊടുവാള്. അമ്മ, ആരോ വരുന്നുണ്ട്, ഓടിക്കോ. വാള് വാക്കത്തെ കോങ്കത്തെ കൊടുവാള്. വാള് വാക്കത്തെ കോങ്കത്തി കൊടുവാള്. മാമന്റെ വാള് വാക്കത്തി കോങ്കത്തി കൊടുവാള്. വെക്കടാ ഇവിടെ. ചേച്ചി, ജലജ ചേച്ചി, ഇവിടെ കമോൺ. അമ്മേ, കഴുകനും പരുന്തും വന്നിട്ടുണ്ട്.
സോറി മാമ, മാമൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. അയ്യോ എന്റെ കുമാര, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിട്ടല്ലേ എന്റെ മോനെ പട്ടിയെ പോലെ തല്ലിയത്. ആരാണ് എന്റെ ചേച്ചിയെ മോനെയും തല്ലിയത്? ഇറങ്ങി വാടാ നാറികളെ, ഇറങ്ങി വാടാ. ഈ കയുകൻ കുമാരനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇറങ്ങി വാടാ, കാണിച്ചു തരാം ഞാൻ ആർക്കാണ് ഞങ്ങൾ തല്ലേണ്ടിയത്. എന്റെ പൊന്നാരാങ്ങളെ കയുകൻ വന്നിട്ടുണ്ട്. അല്ല, കുമാരേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ചോര കണ്ട അറപ്പ് തീർന്നവരാടാ ഈ കയുകൻ കുമാരൻ. ഞാനും ഇവിടെ ചോരപ്പുയൊഴുകും. ഇറങ്ങി വാടാ നാറികളെ. അയ്യോ ചോര. ചേച്ചിയെ, അവർ വരില്ല. അവർ പേടിത്തൂറികളാ. അവർ തൊഴിലുറപ്പിന് പോയതാടാ. ചേച്ചി പോയില്ലേ? ഇല്ല. ഇതിനൊരു തീർപ്പുണ്ടാവുന്നേരെ ഞാൻ തൊഴിലുറപ്പിന് പോവത്തില്ല. സത്യം സത്യം സത്യം. ചെക്കൻ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, ഞാനും പോയില്ല. ഞാൻ ഇനി പോന്നില്ല. നീ എന്റെ മരുമോൻ തന്നെ. ഞാൻ സ്കൂളിന്റെ വടി കണ്ടിക്കേയില്ല. ഞാനും കണ്ടിട്ടില്ല. ഈ പരന്ത് കുട്ടപ്പോഴും കണ്ടിട്ടില്ല. ചോറെടുക്കട്ടെ കുമാര. എന്താ കറി? മാങ്ങാക്കാളൻ. മോരുണ്ടോ? മോരില്ല കുമാര. എന്നാ ലേശം തിന്നാ. നിക്കടാ ഇവിടെ. ഒരു വടിവാളും ഒരു കൊടുവാളും വെച്ചോ, ഒരു മുൻകരുതലിന്. പൈസ അമ്മേനോട് ഗുളു 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 പ്ലേ. ആ, അയില് ചെയ്താ മതി. അമ്മേ, മാമൻ ഗുളു ഗുളു പ്ലേ ചെയ്യാൻ പറഞ്ഞേ. എടാ പരുന്തേ. ആ ആശാനെ, ആശാനെ. ഉമ്മക്ക് ഇവിടെ ഒരു ബലസ് ബലസ. ചോറ് തിന്ന കച്ചവടം നടക്കേല. അത് ശരിയാ. അയ്യോ, കരുകനും പരുന്തേനു. ഞാൻ വിചാരിച്ചു കുമാരനും കുട്ടപ്പനാന്ന്. അയ്യോ കുമാര, ഞാനും ചെക്കനും ആലോചിച്ചെന്നുള്ളത് നേരാ. അല്ലാതെ കൊട്ടേഷനെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനുള്ളപ്പം വേറെ ഒരു കൊട്ടേഷനോ? പക്ഷെ എന്നെ എന്റെ ചെക്കനെയും തല്ലി അവളെ ഞാൻ വെറുതെ വിടില്ല കുമാര. വെറുതെ വിടില്ല എന്ന് വെറുതെ പറഞ്ഞ കൊണ്ട് കാര്യമില്ല. ഒരു വടിവാളും ഒരു കൊടുവാളും എടുക്കട്ടെ. 1000 ഉറുപ്പിയുള്ളൂ. പൈസ ഗുളു 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 ഗുളുപ്പേ. ആ, അയില് ചെയ്താ മതി. എന്നാ ശരി കുമാര. 1000 ഉറുപ്പിയ എനിക്കൊരു പ്രശ്നമല്ല. നീ എടുക്ക്. പൈസ ഞാൻ ഗുളു ഗുളുപ്പേ ചെയ്യട്ടോ കുമാര. മതി. ഇനി നമുക്ക് പുറപ്പെടാം. ശരി ആശാനെ. വാളെ വാക്കത്തി കോങ്ങത്തി കൊടുവാള്. വാളെ വാക്കത്തി കോങ്ങത്തി കൊടുവാള്. വാളെ വാക്കത്തി കോങ്ങത്തി കൊടുവാള്. എടി ജലജ, ഇറങ്ങി വാടി. എന്റെ കൊച്ചിനെ തല്ലിട്ട് മണത്ത് പോയി ഒളിക്കുന്നോ? ഇറങ്ങി വാടി. നീ അധികം പ്രസംഗിക്കണ്ടടി. ഞാൻ ഒളിക്കില്ല. ഒളിക്കറിയാന്നാണ് നിർക്കോലിയ. ഇറങ്ങി വാടി. എന്ത് പറഞ്ഞടി? നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. എന്റെ അമ്മയെ തൊട്ട് ഞാൻ ഇവിടെ ജല്ലിക്കെട്ട് എടുത്തു. ജല്ലിക്കെട്ട് എടുത്ത നീയാണോ? മത്തങ്ങ തരയാ. സ്കൂളിൽ പോടാ. ശാന്തേ, നീ നിന്റെ മോനെ നിനക്ക് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അരിക്കൊമ്പത്തിയാ, അരിക്കൊമ്പത്തി. നീ നിന്റെ പൊന്നാര ചക്കക്കൊമ്പനും കൂടിയിട്ട് പോയിക്കോ. നീ അരിക്കൊമ്പത്തിയാണെ ഞാൻ പടയപ്പിയാടി, പടയപ്പി. മാങ്ങ വീണ ഞാൻ ഇനിയും എടുക്കൂ. എടുത്താ നിന്റെ കൈ ഞാൻ ഓടിക്കും. നീ നിന്റെ മോനെ നിലക്ക് നിർത്തിക്കോ. നീ നിന്റെ മോനെ നിലക്ക് നിർത്തിക്കോ. നീ നിന്റെ മോനെ, നീ നിന്റെ മോനെ, നീ നിന്റെ മോനെ നിലക്ക് നിർത്തിക്കോടി. നീ നിന്റെ മോനെ നിലക്ക് നിർത്തിക്കോടി. ഇവിടെ 2 മൊട്ടനാടുകൾക്ക്
കാണുന്നത് വളരെ ഭീതിജനകമാണ് ഇവിടുത്തെ കാഴ്ച. ഇതാ ഇവിടെ ഒരു ഗുണ്ടൻ ചേട്ടനുണ്ട്. നമുക്ക് ആ ഗുണ്ടൻ ചേട്ടനോട് ചോദിക്കാം. ഹലോ മിസ്റ്റർ ഗുണ്ടി ചേട്ടാ. അല്ല ഗുണ്ടൻ ചേട്ടാ, എന്താ താങ്കളുടെ പേര്? കുമാരൻ. നാട്ടുകാരെന്നെ കൈകൻ കുമാരൻ എന്നെ വിളിക്കും. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്തു പ്രശ്നം? എന്റെ ചെക്കനെ അവനൊന്ന് തല്ലി. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. കേട്ടില്ലേ ആനന്ദ്? ഇതാണ് ആളുകളുടെ പ്രതികരണം. ഏയ്, എന്താ ചേട്ടാ? ഞാൻ അവരെ തല്ലുന്നതിന്റെ ലൈവ് പിടിക്കാം. സമയമില്ല ചേട്ടാ. എന്നാ ഞാൻ ഇവരെ തല്ലുന്നതിന്റെ ലൈവ് പിടിക്കാം. സമയമില്ല ചേട്ടാ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? പോകാനോ പറഞ്ഞ? അയ്യാ, എടി ജലജ, എണ്ണം കെട്ടവളെ, ഇറങ്ങി വാടി. നിന്റെ മാലിന്യം എന്റെ പറമ്പിലിട്ടിട്ട് ഇങ്ങോട്ട് വാടി. നിന്നെ എന്നാ ശരിയാക്കൂ. കണക്കായി പോയി. നീയല്ലേ നിന്റെ ചപ്പും ചവറും എന്റെ പറമ്പിലേക്ക് ഇട്ടത്? ഓ പിന്നെ, നിന്റെ പ്ലാസ്റ്റിക് സഞ്ചികളൊക്കെ എന്റെ പറമ്പിലേക്ക് പറന്നു വന്നതായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മാലിന്യം നിന്റെ ഉത്തരവാദിത്തം. നീ എന്റെ ഉത്തരവാദിത്തം പഠിപ്പിക്കണ്ടടി. എന്റെ പറമ്പിൽ മാത്രമേ മാലിന്യമുള്ളൂടി. നിന്റെ മനസ്സ് മുഴുവൻ മാലിന്യ. എന്ത് പറഞ്ഞടി? എന്താടി പറഞ്ഞ? ആഹാ, ആഹാ, നീ അങ്ങനെ നീയല്ല എന്നെ ചാവുന്ന ചോര. നീ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാവിൻ ചുവട് നിവാസികളെ, മാങ്ങയുടെ പേരിൽ കലഹം നടന്ന കാഞ്ഞിരംകൊല്ലി ദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുട്ടികൾ പന്ത് കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും മൈതാനത്ത് ഒത്തുകൂടുന്നതും ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാവിൻ ചോട്ടിലെ കലാപം. ഇന്നത്തെ അതിഥികൾ അഖില ലോക മാങ്ങാണ്ടി നിരീക്ഷക ശ്രീമതി സുകുമാരി ഭാസ്കരൻ, പരിസ്ഥിതിവാദിയും ഇന്നുവരെ ഒരു മാങ്ങ പോലും രുചിച്ചു നോക്കാത്ത അന്താരാഷ്ട്ര മാങ്ങ സംരക്ഷണ പ്രവർത്തകൻ പച്ചപ്പാട് റഫീഖ്, അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത് എന്ന റിസർച്ച് നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ശ്രീമതി ആന്റണി മറിയം, ശ്രീമതി സുകുമാരി ഭാസ്കർ. ആരുടെ ഭാഗത്താണ് സത്യം? നോക്കൂ അശ്വതി, ഞാൻ ഇതുവരെ മാങ്ങ രുചിച്ചു നോക്കിയിട്ടേ ഇല്ല. ഇവിടെ ജലജയുടെ ഭാഗത്താണ് സത്യം. വളർന്നു പന്തലിച്ച മാവിന്റെ ഉടമസ്ഥൻ അവരാണ്. 1956 നിയമപ്രകാരം അവരുടെ ഭാഗത്താണ് ന്യായം. ആ ശരി 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 സുകുമാരി ഭാസ്കർ, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ആന്റണി മറിയം, നിങ്ങൾ ഈ വാദത്തോട്
ഒരിക്കലുമില്ല. ശാന്തയുടെ ഭാഗത്താണ് ന്യായം. അവർക്ക് നീതി കിട്ടണം. മാവ് ആരുടേതെന്നല്ല ഇവിടുത്തെ പ്രശ്നം, മാമ്പഴം വീഴുന്നത് ആരെ പറമ്പിലാണെന്ന്. ആ ശരി ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീമൻ പച്ചപ്പാടം റഫീഖ്, താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? പറയൂ. അശ്വതി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ആ, ഇവിടെ സ്ത്രീകളും കുട്ടികളുമാണ് വേട്ടയാടപ്പെടുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലല്ലോ. നിങ്ങൾ എന്താണ് റഫീഖ് പറയുന്നത്? ഇവിടെ മാങ്ങയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ യുദ്ധത്തിന്റെ കാര്യമല്ല. ആ, അത് റഫീഖ് പറഞ്ഞതിനെ എനിക്ക് യോജിക്കാനേ കഴിയുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. അത് ശരിയല്ല. എനിക്ക് അഭിപ്രായം അത് ശരിയല്ല. എനിക്ക് അഭിപ്രായം പറയണം. ആ, പറ, ഞാൻ തിരിച്ചു വരാം. ശരി ശരി, എനിക്കൊരു ഇടവേള എടുത്തതേ പറ്റൂ. മാവ് തന്നെ വേണ്ട എന്നാണ് ഈ ചർച്ച എത്തിയിരിക്കുന്നത്. ഇടവേള. കിരണേ, കളിക്കാൻ വാടാ. നീ വരണ്ടടാ, എന്റെ കൂടെ വരണ്ട. എടാ, എനിക്ക് നിന്നോട് കളിക്കണത്രയുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കാച്ച. അമ്മ പറഞ്ഞ് നിന്നോട് കളിക്കണ്ടെന്നാ. എന്നോട് എന്റെ അമ്മ പറഞ്ഞിക്കടാ നിന്റെ കൂടെ കളിക്കണ്ടെന്ന്. ഈ പന്ത് നീ വെച്ചോടാ. വേണ്ടടാ, എനിക്ക് വേണ്ട. എടാ, എനിക്ക് വേണ്ടടാ, ഇത് നീ വെച്ചോ. ഈ പന്തിനാ ചെല്ലി ഇവിടെ തമ്മിലടിക്കും, അതുകൊണ്ട് ഇത് വേണ്ട. പ്രശ്നം ചോദിച്ചു കേട്ടില്ലേ? എന്താ പ്രശ്നം? ടീച്ചറെ ഞാൻ പറയാം. നാളെ പറമ്പിലുള്ള മാവ് വല മാങ്ങ ഓലപ്പറമ്പിൽ വേണോലും തെരിയലാന്ന്. അത് പോക്കിരുത്തല്ലേ? എന്ത് പോക്കിരുത്താനും ടീച്ചറെ? നാളെ പറമ്പിലെ മാങ്ങ അല്ലേ ഞങ്ങൾ എടുക്കൂന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഓലപ്പറമ്പിൽ ഞങ്ങൾ പറഞ്ഞു അറിയിക്കില്ലല്ലോ. നിർത്ത്, നമുക്ക് ഇവിടെ ഒരു സമാധാനം ഉണ്ടാക്കാം. അതിരിക്കട്ടെ, എന്തായി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാത്തെ? നന്നായി
പഠിക്കുന്ന കുട്ടികളല്ലേ ഇവള്? അർജുൻ, കിരൺ നാളെ മുതൽ സ്കൂളിൽ വരണം. അതിരിക്കട്ടെ, പ്രശ്നക്കാരനായ മാവ് എവിടെ? ഇതാ ടീച്ചറെ മാവ്. ഇതൊരു മാങ്ങാണ്ടിയല്ലേ? ഇതൊരു മാങ്ങാണ്ടിയല്ലേ? ഇതാണോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്? അത് ടീച്ചറെ ഞാൻ പറയാം. ഞാൻ ഇവിടെ മാവും തൈ നടാൻ നോക്കി. ഞാൻ അതങ്ങ് തടഞ്ഞു. അല്ല, അതവിടെ കുഴിച്ചിടും. അത് വളർന്നു വലുതാവും, ശിഖരങ്ങൾ വളരും, കൊമ്പ് ഞാള് പറമ്പിലേക്ക് മാങ്ങയും ഓരെടുക്കാൻ വരും. അത് ഞാൻ തടഞ്ഞു. ഓ, ഇങ്ങനെ ഒരു മണ്ടന്മാര്. കാളെ പറ്റൂ നോക്കുമ്പോ കയറെടുക്കൂ. ഈ മാങ്ങാണ്ടിയുടെ പേരിലാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ജലജേ, ശാന്തേ, ടീച്ചറെ തെറ്റു പറ്റിപ്പോയി ടീച്ചറെ. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം. മനുഷ്യരല്ലേ, തെറ്റുപറ്റും. ശാന്തേ, ജലജേ, മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇല്ലാത്ത കാര്യത്തിനായി തമ്മിലടിക്കാതെ നമുക്ക് ഈ മാവിൻ തൈകൾ നടാകെ നട്ടുപിടിപ്പിക്കാം. മധുരമുള്ള മാമ്പഴങ്ങൾ നാടാകെ പടരട്ടെ. ഇല്ലാത്തൊരു മാവിൻ ചോട്ടിൽ ഇല്ലാത്തൊരു തണലത്ത് എങ്ങനെ നമ്മളിരിക്കും കാണാത്തൊരു മാമ്പഴ മധുരം കനി തേടി പോകുന്നവരെ എന്തിനു വെറുതെ കലപില, എന്തിനെ തമ്മിലടേ. നട്ടു നനച്ചു വളർത്താം, നാടിനകമാകെ വളർത്താം സ്നേഹത്തിൻ മാവിൻ തൈകൾ. നട്ടു നനച്ചു വളർത്താം, തേനൂറും മാമ്പഴ മധുരം നാടാകെ പടരട്ടെ. നട്ടു നനച്ചു വളർത്താം, നാടിനകമാകെ വളർത്താം സ്നേഹത്തിൻ മാവിൻ തൈകൾ. നട്ടു നനച്ചു വളർത്താം, തേനൂറും മാമ്പഴ മധുരം നാടാകെ പടരട്ടെ.